ഇത് ലേഡീസിന് വേണ്ടിയുള്ളൊരു ഓഫീസ് വെയർ ഷർട്ടാണ്. കൂടുതലും എനിക്ക് ഈ സ്ട്രൈപ്പുള്ള ഷർട്ടിനോട് അധികം താല്പര്യമില്ല. പക്ഷേ ഈ സ്ട്രൈപ്പിൻ്റെ ഒരു പാറ്റേൺ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ക്രീപ്പ് എന്നുള്ള ഒരു മെറ്റീരിയലാണ്. ക്രീപ്പ് എന്ന് പറയുമ്പോൾ സിൽക്കിൻ്റെ ഒരു നേച്ചർ വരും. ഈ ക്രീപ്പ് മെറ്റീരിയൽ സിൽക്കിൻ്റെ ആ ഒരു ഷൈനസ് വന്നിട്ടില്ല. അതാണ് ഈ ബ്ലൂ സ്ട്രൈപ്പ് കുറച്ച് ഡള്ളായിട്ട് തോന്നി. ഇതിൻ്റെ ഈ ഫ്രണ്ടിലുള്ള ഈ സ്ട്രൈപ്പ് പാറ്റേൺ കാണുന്നേക്കാളും ഭംഗി ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ സ്ട്രൈപ്പ് കാണാൻ ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബാക്കിൽ ഇതിൻ്റെ ഈ ബ്ലൂ സ്ട്രൈപ്പ് നല്ല രീതിയിൽ ഡിസ്പ്ലേ ആവുന്നുണ്ട്. ഫ്രണ്ടിൽ ഈ ഒരു ഷോൾഡറും ഈ ബാക്കിയുള്ള ഏരിയയും വന്നപ്പോൾ ആ സ്ട്രൈപ്പിൻ്റെ ഡിസ്കണ്ടിന്യൂഷൻ വന്നത് ഒരു അഭംഗിയായിട്ട് എനിക്ക് തോന്നി. ഒരു ഇൻ്റർവ്യൂ ഷർട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു വീക്ക്ലി വൺസായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഓഫീസ് വെയർ ഷർട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് അൺസാറ്റിസ്ഫൈഡ് ആണ് അതിൻ്റെ ഒരു ടോട്ടൽ അപ്പിയറൻസ് വെച്ച്. കാരണം ഇതിൻ്റെ ഈ ബ്ലൂ സ്ട്രൈപ്പും ആ ക്രീപ്പ് മെറ്റീരിയലും ഒരു മിസ്മാച്ച് വന്ന കാരണമാണ് എനിക്ക് കുറച്ച് അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയത്. ഇത് ധരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൻ്റെ സ്ലീവ്സ് മടക്കാതെ ഫുള്ളി ഇൻസേർട്ട് ചെയ്തൊരു ഓഫ് വൈറ്റ് പാൻറ്റൊപ്പം പെയർ ചെയ്യായിരിക്കും കാണാൻ ഒരു ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. ഓഫീസ് വെയർ ഷർട്ട് എടുക്കാൻ താല്പര്യമുള്ളവർ ഈ ഒരു ഷർട്ടിൻ്റെ ഡിസൈൻ റെഫറൻസ് ആക്കി വെക്കണം, നല്ലതായിരിക്കും. പിന്നെ ഇതൊരു ക്രീപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ പറഞ്ഞാൽ ഈ സിൽക്കിൻ്റെ ആ ഒരു ഷൈനസ് വരാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ഫുള്ളി റെക്കമെൻഡ് ചെയ്യാത്തത്. ഇതൊരു സിൽക്കിൻ്റെ ആ ഒരു ഫാബ്രിക്കിൽ ഈ ഒരു ബ്ലൂ സ്ട്രൈപ്പ് വന്നിരുന്നെങ്കിൽ കാണാൻ അടിപൊളിയായിരുന്നേനെ. പക്ഷേ ഈ ഒരു ആ ഫാബ്രിക്കിൻ്റെ ഇത് നേച്ചർ കൊണ്ടാണെന്ന് തോന്നി ആ ബ്ലൂ സ്ട്രൈപ്പ് കുറച്ച് കാണാൻ ഒരു ഡള്ളായിട്ട് തോന്നി. ലേഡീസിന് വേണ്ടിയുള്ളൊരു ജസ്റ്റ് ഒരു കാഷ്വൽ ഷർട്ടാണ്. ഇതിൻ്റെ ഫാബ്രിക് എന്ന് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കാണ്. അപ്പോൾ ജോർജറ്റ് ഫാബ്രിക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ലൈറ്റ് വെയ്റ്റ് ആണ്, ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാറ്റേൺ കണ്ടപ്പോഴാണ് ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ട്രാൻസ്പെറൻസി കൂടുതലായ കാരണം ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് ടീഷർട്ട് ഇതിൻ്റെ ഒപ്പം ഇടുന്നതായിരിക്കും ഭംഗിയെന്ന് തോന്നുന്നു. ഈ ഒരു ജോർജറ്റ് ഫാബ്രിക് ഏത് സീസണിൽ ഇടാൻ പറ്റുമെന്നാണ് ഞാൻ വായിച്ചത് മനസ്സിലാക്കിയത്. പക്ഷേ ഈ ഒരു ജോർജറ്റ് ഫാബ്രിക് ഈ ഒരു ഷർട്ട് മൺസൂൺ സീസണിൽ ഇടാതിരിക്കുകയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇതിനൊപ്പം ടീഷർട്ടും വരുന്നുണ്ടല്ലോ. അപ്പം ആ ഒരു മഴ നനയുമ്പോൾ ആ ഒരു ഹ്യൂമിഡ് കണ്ടീഷൻ ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഭയങ്കര ആവി എടുക്കുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ജസ്റ്റ് ട്രൈ നോക്കുക, എങ്ങനെയുണ്ടെന്ന് പറയുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാറ്റേൺ ജസ്റ്റ് ഒരു റെഫറൻസ് ആയിട്ട് വെക്കുക. പിന്നെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് ആണ്. വളരെ വീക്കായിട്ടുള്ള സ്റ്റിച്ചിങ് ആയിട്ട് എനിക്ക് തോന്നുന്നു, സിംഗിളായിട്ടുള്ള സ്റ്റിച്ചിങ്. പിന്നെ ഇതിൻ്റെ കോളറും ഈ പറഞ്ഞ പോലെ വളരെ വീക്കായിട്ട് തോന്നി, ഒട്ടും സ്ട്രെങ്ത് ഇല്ല ഈ ഒരു കോളറിന്. പിന്നെ ഈ മെറ്റീരിയൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ആ സ്റ്റിച്ചിങ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ ഇതൊരു ക്യാഷ്വൽ ഒക്കേഷനും ഇടുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഒരു ഓഫീസ് വെയർ ഷർട്ടായിട്ടും തോന്നുന്നില്ല. ജസ്റ്റ് കോളേജ് സ്റ്റുഡൻസിന് അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ മൺസൂൺ സീസണിൽ ഇടാതിരിക്കുക. ഇത് മൂന്നാമത്തെ ഒരു ഷർട്ട് ഞാൻ ഓർഡർ ചെയ്ത് നോക്കിയതാണ്. ഇതൊരു അഡൽട്ട്സിന് വേണ്ടിയുള്ള ഷർട്ടാണ്. പക്ഷേ ഇതൊരു ഷർട്ടിനേക്കാളുപരി ഒരു ക്രോപ്പ് ടോപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ ഒരു എക്സൽ എടുത്തിട്ട് പോലും ഇതിൻ്റെ ഷർട്ടിൻ്റെ ഈ ഒരു നീളക്കുറവുണ്ട്. അപ്പോൾ ഇത് അഡൽട്ട്സിന് പറ്റിയതാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല, ജസ്റ്റ് ടീനേജ് കിഡ്സിന് പറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതൊരു എക്സൽ സൈസാണ്. പിന്നെ ഈ ഒരു ഷർട്ട് ഇപ്പോൾ ക്യാമറ കാണുന്ന പോലെയല്ല, വളരെ ഡള്ളാണ് ഇതിൻ്റെ കളറ്. പക്ഷേ ഞാൻ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പം വളരെ നല്ല ബ്രൈറ്റ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇത് ഓർഡർ ചെയ്ത് നോക്കിയത്. പക്ഷേ ഇത് വന്നപ്പോൾ വളരെ ഡള്ളായിട്ടാണ് എനിക്ക് തോന്നി. ഇതിൻ്റെ ഒരു ലുക്ക് കണ്ടപ്പോൾ വിചാരിച്ചത് ഈ രാജസ്ഥാനി എംബ്രോയ്ഡറി വർക്കിൻ്റെ ഒരു പ്രിൻറ്റ് വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ ഒരു പ്രതീക്ഷിച്ചതൊന്നും വന്നിട്ടില്ല. ഇത് വളരെ ഡള്ളാണ്. ഇതിൻ്റെ ഫാബ്രിക് എന്ന് വരുന്നത് റയോൺ ഫാബ്രിക്കാണ്. റയോൺ ഫാബ്രിക്കിൽ എന്ന് വെച്ചാൽ കോട്ടൻ്റെ ഒരു റിസംബ്ലൻസ് ഉണ്ട്. സമ്മർ സീസണിലൊക്കെ ഇടാൻ പറ്റിയതാണെന്ന് തോന്നുന്നു. ജസ്റ്റ് കിഡ്സിന് വേണ്ടി ട്രൈ ചെയ്ത് നോക്കാമെങ്കിൽ താല്പര്യമുള്ളവർ നോക്കുക. ഇത് അഡൽട്ട്സിന് വേണ്ടി എടുക്കാതിരിക്കുകയും നല്ലതെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരു കോളർ വളരെ വീക്കായിട്ട് തോന്നി. ഇതേ പ്രിൻ്റ് ഈ കോളറിൽ വന്നപ്പം കോളർ വളരെ ഇൻവിസിബിളായിട്ട് തോന്നി. ഇതൊട്ടും മാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. മൊത്തത്തിൽ കുഴപ്പമാണ് ഈ ഒരു ഷർട്ട് എനിക്ക് തോന്നിയത്. ഒരു യൂണിസെക്സ് ഫാഷൻ സ്റ്റോർ തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതായത് ലേഡീസിനും ജെൻസിനും വേണ്ടിയുള്ള ഗാർമെൻറ്റ്സിൽ എൻ്റേതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ വരുത്തി പുതിയ പ്രൊഡക്റ്റായിട്ട് ഇറക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് മാറ്റങ്ങളുണ്ട് ബോത്ത് ലേഡീസ് ആൻഡ് ജെൻസിൻ്റെ സെക്ഷനിൽ. അപ്പോൾ ആ കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഗാർമെൻറ്റ്സ് ഇറക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു എഫേർട്ടിന് വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ആഡ്സെൻസും അതിനുള്ള റവന്യൂ അതിനൊക്കെ വളരെ ദൂരെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു.